ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. സന്തോഷം വന്നിട്ടാ കഥയുന്നേ. വടകര കുടകര കൊട്ടാരക്കര നീണ്ടകര പൊടിക്കര വൈപ്പുകര, അതാണ് കരകൾ. പാവാടകൾ. ഓരോ ജോലിക്കാരുടെ കൂടെയും 2 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യാൻ പോവാണ്. പ്ലസ് അവർക്ക് നമ്മൾ 2 ദിവസത്തെ സാലറി കൊടുക്കും കേട്ടോ. അവരറിയാതെ ഓരോ ജോലിക്കാരുടെ കൂടി നമ്മൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. പ്ലസ് അവരെ ജോലിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അവരെ ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. പ്ലസ് അവർക്ക് അറിയാതെ 2 ദിവസത്തെ ശമ്പളം കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗെയിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ ശരി, ഓക്കെ, ലുക്കാണ്. അപ്പോൾ അഗെയിൻ എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഇത് പുതുതായിട്ട് വന്ന ഒരു ആളാണ് ഹലീൽ. വെൽക്കം. സാബിത്ത്. ഇപ്പോൾ നമുക്ക് പോവാം. നമ്മൾ കഷ്ടപ്പെടുന്ന കുറച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളിലോട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴെങ്കിൽ അവരുടെ ജോലിയും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എല്ലാവരും ഉണ്ട്, ഒരുപാട് പുറത്തിറങ്ങിയാൽ തന്നെ ഒരുപാട് പേരെ കിട്ടും, നമുക്കറിയാം. സാബിത്ത് എന്തെങ്കിലും ജോലി ചെയ്തേക്കണോ? കാറ്ററിംഗിന് ആയിക്കണോ, ബേക്കറി ഗോൾബാറിൽ പിന്നെ സ്വിഗ്ഗി ഓടാൻ പോയിക്കണോ. ഇതൊക്കെ എത്ര ദിവസം പോയിക്കണേ? കുറച്ച് പോയിട്ടുള്ളൂ, എല്ലാം ഒരു ദിവസം മുമ്പ് തന്നെ മടക്കും. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് മറ്റേതാ പണിയെടുക്കാതെ പൈസ അങ്ങനത്തെ എനിക്ക് ഇഷ്ടമുള്ളൂ. അലിയിൽ എന്തൊക്കെ ജോലി ചെയ്തു? ഒരു പണിക്കും പോയിട്ടില്ല അല്ലേ? ഇങ്ങനെ കറങ്ങി ഇപ്പോ ഏകദേശം പാലരോട്ടത്തൊക്കെ എത്തിട്ടോ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വിശക്കുണ്ടോ? കൈകൾ തളരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. സമയം 1:30. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, നമ്മള് ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ വിചാരിച്ചു അതിന് ഡെയിലി വ്ളോഗ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അതിന്റെ കൂടെ ഡെയിലി എന്തായാലും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതും കൂടി നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് ആളുകളിലോട്ട് എത്തിക്കാം. അപ്പൊ അവർക്കും ഇങ്ങനെ കാണാൻ ചിലപ്പോൾ ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ അല്ലാതെയും ചെയ്യാറുണ്ട്. ശരിക്കും നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. കാരണം ഇത് എൻ്റെ ഒരു പാഷനായിട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ, ഈ ഒരു വീഡിയോ എടുക്കലും കേസൊക്കെ. സ്റ്റിൽ ഇപ്പോഴും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വീഡിയോ എടുക്കൽ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്തെടുക്കുള്ളൂ. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് ആദ്യം. കാരണം അത് 24 മണിക്കൂറും നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടും വീഡിയോ അത് പോണം, ഒരുപാട് പേരിലോട്ട് എത്തണം, ഇങ്ങനെ ചിന്തകളായിരിക്കും ഒരുപാട്. അപ്പോൾ അതൊക്കെ ശരിക്കും പാഷനാണെങ്കിൽ മാത്രമേ വീഡിയോ വർക്കൗട്ട് ആവുള്ളൂ. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കാണിച്ചു തരായിരുന്നു. എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം വ്ളോഗ് എടുക്കാറുണ്ടപ്പോ അതോ ഇതുവരായിട്ടൊന്നും കുളിക്കാത്ത ആളാണ് ഫർഹാൻ. എന്നാ എന്ത് ചെയ്തേക്കണോ, മേക്കപ്പ് ഒക്കെ ഇട്ടിക്കണോ. അതേ അലിയിലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നാച്ചുറൽ ബ്യൂട്ടി. നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. നമ്മള് കുറച്ച് ഐറ്റംസേ പറഞ്ഞു, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്നോണ്ട് ഒരു മാക്സിമം ഒരുപാട് ഐറ്റംസ് നമ്മള് കഴിപ്പിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത്ര മതി. ഫുഡ് കഴിച്ചാ ഇതാണ് ഇഷ്ടം തന്നെ ഈ സാധനം. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. അതിന്റെ ഇടയിലേ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോ ഒരു ചെക്കനെ എനിക്കിത് കൊടുക്കുന്നുണ്ട്, പാവം. നെറ്റ് ബീസ് കഴിച്ചോക്കാം. ഇത് കഴിച്ചോക്കാം. പക്ഷെ സ്പൂണില്ലേ, എങ്ങനെ കഴിക്കും? സ്പൂണ്ടോ? സ്പൂണ്ട് തുറക്ക്. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ അവിടുത്തെ. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കൂന്തൽ അടിപൊളി. അതിന്റെ മസാല ഒക്കെ അടിപൊളിയാണ്, കൂന്തൽ നൈസാണ്. പിന്നെ ഷെഫ് അടിപൊളിയാട്ടോ, പുള്ളിന്റെ ബിഹേവിയർ ഒക്കെ അടിപൊളി. അതിന്റെ പിന്നെ ഒരു പുള്ളിയൊക്കെ സംസാരിച്ചു, പുള്ളി വളരെ തോന്നുന്നു. എന്നാലും എനിക്ക് എല്ലാം അടിപൊളിയായിരുന്നു. കൊള്ളാട്ടോ. ഇത് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത്
പാർക്ക് ചെയ്തപ്പോ തന്നെ മൈജിന്റെ ഷോറൂമിന്റെ കണ്ടു. അതുകൊണ്ട് നമുക്ക് ടി വി കയറാം. നമുക്ക് ടി വി നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ഒരു 21 ഇഞ്ചിന്റെ ചെറിയ ടി വി ആണ്. നമുക്കൊരു 55 ഇഞ്ചിന്റെ ടി വി നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഗെയിമിംഗ് സെറ്റപ്പ് ആക്കാം. അതിന്റെ അകത്ത് ഗെയിം കളിക്കണം. സാബിത്തിന്റെ ആഗ്രഹമാണ് ഗെയിം കളിക്കാൻ. നമ്മളങ്ങനെ ടി വി നോക്കി ഇറങ്ങി 1-2 നോക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടി വി ആണ്. ഞാനൊക്കെ പണ്ട് ഗെയിം സെന്ററിലേക്കാണ് കുറെ പൈസ ലോക്കിയാണ് ഗെയിം കളിച്ചാൽ ഇനി റൂമിൽ നിന്ന് കളിച്ചാ. ഞങ്ങൾ ജോലി തപ്പി കിടക്കാണ്. നമുക്ക് ജോലി വരുന്ന ആരെങ്കിലും ഉണ്ടാക്കട്ടെ 2 മണിക്കൂർ. നമുക്ക് അതെ അതെ. ആ നിങ്ങളെ പേരെന്താ? അബ്ബാസ്. അബ്ബാസ്ക്ക് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഫുട്പാത്തിൽ കച്ചവടം. എന്താ കച്ചവടം ചെയ്യുന്നേ? റെഡിമേഡ് ആണോ? എവിടെ? അങ്ങോട്ട് പോവാ. ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട്. അടിപൊളി. എന്നാ അബ്ബാസ് വാ, നമുക്ക് അബ്ബാസ് ഖാന്റെ വിശേഷങ്ങളായിട്ട് പോവാം. 75 രൂപയെ എല്ലാം ഒരു ദിവസം പീസ് വെച്ചാൽ 25-50 രൂപ തരും. ആ ഡെയിലി അബ്ബാസ് എത്ര നിൽക്കും? ഞാൻ 5 മണിയാകുമ്പോൾ പോകും. ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് കേട്ടില്ല. ശേ ഞാൻ കണ്ടില്ലേ 3:40 ആയിട്ടോ. അപ്പൊ 2 മണിക്കൂർ അബ്ബാസ് ഖാന്റെ കൂടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 മണിക്കൂർ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കട്ടെ? ഞങ്ങൾ കച്ചവടം ചെയ്യണം. ഞാൻ നിങ്ങളെ ഹെൽപ്പറായിട്ട് നിൽക്കും. താല്പര്യം ഉണ്ടോ? അതായത് നിങ്ങളെ കൂടെ പണിക്കാരനാണ് ഞാൻ. 2 മണിക്കൂർ മാത്രം. അതെ ഞാൻ ഇപ്പൊ പോവും. 5-4 മണിയാകുമ്പോ പോവേ. ആ 3:45 റെഡി? ഓക്കെ. ഒരു ദിവസം എത്ര കച്ചവടം ചെയ്താൽ കിട്ടും? അതെനിക്ക് 500 കിട്ടും, ചിലപ്പോ 600 കിട്ടും. എന്നാലും കൂടുതൽ എത്ര കിട്ടും ഒരു ദിവസം? ഒന്നും കിട്ടാത്ത ദിവസമുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു ദിവസം കിട്ടിയ 600 രൂപ. പട്ടുപാവാടകൾ. പട്ടുപാവാട അല്ലേ? ഓണായതുകൊണ്ടാ? ആ ഓണം അടുത്ത മാസമല്ലോ. ഓ എത്ര റേറ്റ് ഒക്കെ അതിന്? 250. പട്ടുപാവാടകൾ. ഓണം വരുന്നേ, വാങ്ങിച്ചോ? പട്ടുപാവാടകൾ. പാവാട മേടിച്ചോടാ. പട്ടുപാവാട. ഇതെല്ലാരും എന്നെ കാണുമ്പോ ചിരിക്കാണ്. പട്ടുപാവാടകൾ. പട്ടുപാവാടകൾ. എത്ര വർഷമായി കച്ചവടം? ഞാൻ 45 കൊല്ലായി. 42. അതിനിടയ്ക്ക് സൂക്കേടൊക്കെ പിടിച്ച് യൂറിക് ആസിഡ്, പിന്നെ പെണ്ടമ്പുഴൊക്കെ ക്യാൻസറിന്റെ ചെറിയൊക്കെ വന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പോയി. ഇപ്പൊ വാടകക്കാണ് നമുക്ക് 6,000 രൂപ. പട്ടുപാവാടകൾ. ഒരു ചെറിയ ടിസ്റ്റ് ഒക്കെ. സമയം ഇപ്പോ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ അറിഞ്ഞിട്ടെ ഫോളോവർ ആണ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കും. ആ പേയ്മെന്റ് നമ്മൾ ഇട്ടാക്കും ഫ്രീ. അത് ആ പേയ്മെന്റ് ചെയ്യണ്ട. അല്ല ഞാൻ ചെയ്യും. പാവാടകൾ. പട്ടുപാവാടകൾ. കുറച്ച് കസ്റ്റമർക്ക് അപ്പൊ ഫ്രീ ആയി കൊടുക്കും. പട്ടുപാവാടകൾ. പട്ടുപുടവകൾ. ഗൂഗിൾ പേ ഉണ്ട്. എത്ര പേര്? ഇല്ലണ്ടോ? പേയ്മെന്റ് ചെയ്യണ്ടോ? എനിക്ക് എന്താ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. ഇവിടെ 10-300 കച്ചവടക്കാരുണ്ട്. ഇവിടെ എല്ലാം യൂണിറ്റിലുള്ള ആൾക്കാർ. എല്ലാവർക്കും കാർഡ് ഉണ്ട്. ഇതേമാതിരി ഇതുണ്ട്, കാർഡ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. ഓ തെരുവ് കച്ചവട ലൈസൻസ്. ഇപ്പോ ഡ്രസ് നോക്കുന്നുണ്ടോ? പാവാട എങ്ങോട്ട് പോയിരുന്നു? ഡെലിവറിയാ? നോക്കിക്കോ. ചെറിയ ഇച്ചിരിയും കൂടെ 4 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ 4 വയസ്സിനുണ്ട്. ചെറിയ അനിയനുണ്ടായിരുന്നു. അനിയനാ? ഭയങ്കര ചെറുത്, 4 വയസ്സേ ഉള്ളൂ. പക്ഷെ ആൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഇല്ല, പെൺപിള്ളേരുടെ മാത്രമേ ഉള്ളൂ. ആൺകുട്ടികളുടെ അപ്പുറത്തേക്ക്. 250 രൂപ ഓക്കെയാണോ? ബാർഗനിങ് ഒന്നുമില്ല? ഇല്ല, അറിയില്ലാന്നോ? അല്ല, ജീവിക്കാൻ വേണ്ടിട്ടല്ല, അതാണ്ട്. ചേട്ടനാ?
ആ അതെ, നമ്മളെല്ലാരും ഇപ്പം 250 ഞാൻ തോന്നുന്നു. കൂടുതലാണ് കുറവായിട്ട് തോന്നുന്നത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കൂടുതലായിട്ട് തോന്നില്ല. പിന്നെ എന്നാണേലും ഓണത്തിന് ഒരു ഉടുപ്പെടുത്താൻ കൊള്ളാന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പേര്? ആദഫി. എന്താ ചെയ്യുന്നേ? ഞാൻ പഠിക്കുക BSc Maths 3rd year. ശിവശങ്കർ. ഇപ്പൊ എന്താ ഓടുന്ന സോമാൻ? ആ പാർട്ട് ടൈം ആയിട്ട്. പരിചയപ്പെട്ടതിൽ സന്തോഷം. സുഖം? ഗൈസ് എന്റെ ഹാപ്പി ആണ്. ഹാപ്പി. വേറെ എന്തെങ്കിലും പറയണ്ട എനിക്ക്? കരയല്ലേ? കരയണ്ട. പേരെന്താ? പേരെന്ന് പറഞ്ഞേ? എടാ കരയല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും പറയണ്ട? പറഞ്ഞോ. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. സന്തോഷം വന്നുണ്ടോ കഥയെന്ന്? ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? കാണിച്ചില്ല. ഓക്കെ, ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ചേട്ടന്റെ ഒപ്പം ഒരു ചാലഞ്ചിനായിട്ട് ഇറങ്ങിയതായിരുന്നു. കച്ചവടം ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഇക്കാനോട് 2 മണിക്കൂർ. സോ അതിന്റെ ഇടയിലാണ് നിങ്ങൾ വന്നത്. ഞങ്ങൾ ഇന്ന് സത്യമായിട്ടും ഞമ്മ സത്യ ഉച്ചയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ഇതിനൊക്കെ കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പൈസ കിട്ടിയാൽ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നതായിരിക്കണം. അതും ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഞാൻ പൈസ പോകുന്നു സത്യമായിട്ടും പറയുന്നു ഉച്ചക്ക്. ആൾക്ക് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞായിരുന്നു? ഇപ്പൊ കാശിന്റെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് ഞങ്ങള്. ഈ സൊമാറ്റോ ഓടുന്നത് ഇപ്പൊ ഭയങ്കര കുറവാ പൈസ കിട്ടുന്നത്. ഓടിയിട്ടാണെങ്കിൽ ഞങ്ങക്ക് ശരിക്കും വയ്യ ഓടാന്. ദേഹത്തിനൊക്കെ നല്ല വേദന. ഞങ്ങൾ അതെല്ലാം പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടു പോയി. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. നീ ചോദിക്കണത് ഞാൻ ചെയ്തുതരാം. എനിക്കങ്ങനെ പറയാൻ പട്ടുപാവാടകൾ ഡ്രസ് കിട്ടിയത് മതി. ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 1300 രൂപ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു 500 രൂപ ഒക്കെ കിട്ടും. ഓക്കെ, നമുക്കൊരു 1000 റൗണ്ട് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് 3 ദിവസം ഓടിയ ഒരു പേയ്മെന്റ് ഞാൻ നിനക്ക് തരാം. ഓക്കെ, കറഞ്ഞ ഞാൻ തരില്ല. ഇല്ല, അതാണ് കറഞ്ഞ ഞാൻ തരില്ല. അപ്പൊ 3 ദിവസത്തെ ശമ്പളം നമ്മൾ ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ ഓക്കെ, ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ശരിടാ. താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ ട്ടാ, ബൈ. വടകര കുടകര കൊട്ടാരക്കര നീണ്ടകര പൊടിക്കര വൈപ്പുങ്കര, അതാണ് കരകൾ. അതെ, പാവാടകൾ പട്ടുപാവാടകൾ പട്ടുപ്പുടവകൾ. വൈനെ കണ്ടത് വലിയ സന്തോഷോട്ടെ എനിക്ക്. വളരെയധികം സന്തോഷമുണ്ട് വൈനെ കണ്ടത്. നമ്മളെ മകന്റെ മാതിരിയാണ്. നിങ്ങൾ എന്റെ വാപ്പാന്റെ പാലല്ലേ നമ്മള്. പാവാട വായോ ഒന്ന് നോക്കിട്ട് അല്ലല്ല പട്ടുപാവാടകൾ നോക്കിയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വട്ടവട വട്ടവടല്ല പട്ടുപാവാട. അതപ്പൊ ഇങ്ങനെ നോക്കി പട്ടുപാവാട വട്ടട ഒരു അട്ടടി കിട്ടും. ആളുകളുണ്ട്. കഴിഞ്ഞ കച്ചവടം കഴിഞ്ഞ 5 മണിയാകുമ്പോ ഞാൻ പോവാം. എല്ലാ പണിയും ചെയ്യണം. ചാക്കാര് ഞാനാണ് ഇന്ന് ജോലിക്കാരൻ. ചേട്ടാ ഈ പണി ഞങ്ങൾ അപ്പൊ തച്ചിയാശ് വരും. എത്ര കൊടുക്കും തച്ചിയാശ്? ഞാൻ പണിയെടുത്ത് പോകണം അല്ലേ? ഒരു ദിവസം എത്ര ശമ്പളം കിട്ടും? 500-600 അതിൽ കൂടെ കിട്ടൂല. മാക്സിമം അത്ര കിട്ടുള്ളൂ. ഇന്നലെ മോശമുണ്ട്. ഇന്നലെ 100 രൂപ കൊണ്ടാണ് പോയത്. പിന്നെ ഞാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. ആണോ? അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. 2 മണിക്കൂർ നമ്മളെ കൂടെ കൂടെ നമ്മൾ ജോലിക്ക് നിർത്തുന്നു. ആ ജോലിന്റെ 2 ദിവസത്തെ ശമ്പളം നമ്മൾ ഇരട്ടി കൊടുക്കുന്നതാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇക്കാക്ക് 500 അല്ല പറഞ്ഞേ. 500 2 ദിവസം പറഞ്ഞാൽ 1000 റുപ്യ കിട്ടുള്ളൂ. അപ്പൊ പ്ലസ് 1750 രൂപ. പക്ഷെ ഇക്കാക്ക് ഞാൻ എന്ത് ചെയ്യും? ദിവസം 1000 റുപ്യക്ക് തരാം. 2 ദിവസത്തെ ശമ്പളം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. പക്ഷെ അവിടെ ഒരു പെൺകുട്ടി വന്നപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് 3 ദിവസത്തെ ശമ്പളം കൊടുത്തിരുന്നു. സോ ഇക്കാക്ക് ഞാൻ അതുകൊണ്ട് മാത്രം ഒരൊറ്റ റൂൾ തെറ്റിച്ചുകൊണ്ട് ഇക്കാക്ക് റൂൾ തെറ്റിച്ചു. 3 ദിവസത്തെ ശമ്പളം. അപ്പോൾ 3000 പ്ലസ് 750.
യെസ് 750 രൂപ നമ്മൾ ആ വാങ്ങിച്ചതിന്റെ പൈസയും 3000 റുപ്യ ഇക്കാന്റെ 3 ദിവസത്തെ ശമ്പളാക്കിയിട്ട് ഞാൻ തരുന്നു. 1750 രൂപ. അതാണ് കേട്ടോ. അപ്പോ ഹാപ്പിയാ ശരി ഹാപ്പിയാ. നമുക്ക് ഇവിടുന്ന് നേരെ ഞങ്ങൾ പോവാണ്. പോട്ടെ ഇൻഷാ അല്ലാഹ് കാണാം ഗൈസ്. അപ്പോ നമ്മൾ ഇക്കാനെ തിരിച്ച് ഇക്കാന്റെ ഇതിലോട്ടാക്കി കൊടുത്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാല് ഒരുപാട് പേർക്ക് ഭയങ്കര സ്നേഹമായിട്ടോട് ഭയങ്കര സംസാരങ്ങൾ വരലുണ്ട്. ഓരോ ഇക്കാരിനോട് സംസാരിക്കാണ്ട് അതിലൊരു ഇക്കാണ്. നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ചായ എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല തലവേദന എടുക്കണ്ടോ അനക്കണ്ടോ? എന്ത് മന്ദപ്പോ ആഴ്ച മന്ദനായതുകൊണ്ടാ? ബുദ്ധി കൂടിയ ഒരു ലക്ഷണം കാണാനല്ലോ. ബുദ്ധി കൂടിയിട്ട് എനിക്ക് ഭയങ്കര തല ഇങ്ങനെ വേദനാവാ. എവിടെ എവിടെ ഏ സൈഡിൽ വേദന എടുക്കാൻ? തലച്ചോറ് എവിടെ അറിയോ? ആ എവിടെ? സെന്ററില്. അല്ല തലച്ചോറ് സൈഡിലല്ലേ? അല്ലേ? ഇവിടെ വേദന ഉണ്ടോ? അപ്പൊ തനക്ക് ആ സാധനം ഇല്ലല്ലോ. ഉണ്ട്. ഇതെങ്ങനെ കുലിക്കാതെ ഒരു ചോറുണ്ടോ? ചോറിന്റെ സൗണ്ട്, വെറും ചോറിന്റെ ഒക്കെ സൗണ്ട് ഫീല്. കൊട്ടത്തേങ്ങ വളക്കണ പോലെ ഉണ്ട്. കൊറേ കാലത്തിന് ശേഷം നമ്മള് വേറെ ഗണ്ണ് കണ്ടിരിക്കണം. എന്തൊക്കെ ശേഷം സുഖമായിട്ടിരിക്കണം. ഞങ്ങൾക്ക് വിശേഷം നിങ്ങൾക്ക് വിശേഷങ്ങളുടെ ഞങ്ങൾ നേരം വെളുക്കുന്നത് നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയി നല്ല സുഖം. അപ്പൊ നമ്മള് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. വ്ലോഗ് എന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കേസ്, നമുക്ക് എല്ലാത്തിലോട്ടും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന് മാത്രം പണിയെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വ്ലോഗിലോട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ദിവസം ഈ ഒരു വേറെ എന്തെങ്കിലും ചലഞ്ചും ചെയ്യുന്നുണ്ട്. ഈ ഗോൾഡ് ചലഞ്ച് അല്ലെങ്കിൽ ഈ മണി ചലഞ്ചൊക്കെ പോലെ വേറെ ചലഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇതിലാണ്, ഹൊറിസോണ്ടലും. പിന്നെ എടുക്കുന്നത് നമ്മൾ വെർട്ടിക്കലി വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്യണം. അപ്പോൾ അതിന് ശ്രദ്ധ വേണം. അപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് കുറെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കണം. ഇവർക്ക് മിസ്റ്റേക്ക് ഉണ്ടാവും, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. മനുഷ്യനാകുമ്പോൾ മിസ്റ്റേക്കുകൾ വ്ലോഗിലൊക്കെ പോകും. കാരണം വ്ലോഗ് എന്ന് പറഞ്ഞാൽ ബി ഓപ്പൺ. നിങ്ങളത് ഓപ്പൺ ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. നാളത്തെ വ്ലോഗും നാളത്തെ പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ കേസ് അത്രയുള്ള അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ 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 ബൈ.